ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. ദൈവം സർവശക്തനാണ്. അവിടുന്ന് ക്ഷീണിക്കത്തില്ല, അവിടുന്ന് തളരത്തില്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ, തളർച്ചകൾ മനുഷ്യന് ഉണ്ട്. ശരീരത്തിൻ്റെ ബലഹീനതകളെക്കാളും ശരീരത്തിൻ്റെ തളർച്ചയെക്കാളും ഒരു മനുഷ്യനെ വളരെ വേഗം പരാജയപ്പെടുത്തുന്നതും തോൽപ്പിക്കുന്നതും അവൻ്റെ മനസ്സിൻ്റെ തളർച്ചയാണ്. ശരിയല്ലേ? ആണോ? അതെ. തളർന്നവനെ അവിടുന്ന് ബലപ്പെടുത്താനായിട്ട് പോകുകയാണ്. തളർന്നവനെ അവിടുന്ന് ശക്തിപ്പെടുത്തും. തളർന്നവന് അവിടുന്ന് ബലം നൽകും. ദുർബലന് ശക്തി നൽകും. തളർന്ന മനസ്സിൻ്റെ ഉടമകളെ കർത്താവിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ശക്തിപ്പെടുത്താനായിട്ട് പോകുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും അവളെ കല്ലെറിയാനായിട്ട് കല്ലുകളും ഓങ്ങി നിൽക്കുമ്പോൾ ആ പാവം സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ, ഒരുപക്ഷെ ഇവരെല്ലാവരും കൂടി എന്നെ എറിഞ്ഞു കൊല്ലും. പക്ഷേ യേശു അവളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവളെ സഹായിക്കുന്നത് നമ്മൾ ഇവിടെ കാണുകയാണ്. മനസ്സു തളർന്ന് മരണത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന, മരണത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സഹോദരി. ശരിയാണോ? അടുത്ത നിമിഷം എന്തോ സംഭവിക്കുമെന്ന് അവൾക്കറിയത്തില്ല. മനസ്സു തളർന്ന്, മനസ്സു തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ. ഒരുപക്ഷെ ആ ജനക്കൂട്ടം അവളെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൾക്ക് 2 മരണം സംഭവിക്കും. ഒന്ന്, അവളുടെ ശരീരത്തിൻ്റെ മരണം, ജീവൻ നഷ്ടപ്പെട്ട് ശരീരമരണത്തിലേക്ക് പോകും. മറ്റൊന്ന്, അവൾ പാപിനിയായ സ്ത്രീയാ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടോളാം. അവൾ ആ പാപം ചെയ്തതിലൂടെ അവളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് മരണത്തിൻ്റെ പിടിയില. ശരിയാണോ? ആണോ? അതെ. അവൾ യേശുവിൻ്റെ മുൻപിൽ അവൾ നിൽക്കുമ്പോൾ അവൾ മരണത്തിലാണ്, അവളുടെ ആത്മാവ് മരണത്തിലാണ്. യേശു അവൾക്ക് അവിടെ ഒരു വിടുതൽ കൊടുത്തില്ലെങ്കിൽ, യേശു അവളുടെ പക്ഷത്തു നിന്നില്ലെങ്കിൽ, നിശ്ചയമായിട്ടും അവൾ വധിക്കപ്പെട്ടാൽ അവൾ പൂർണ്ണമായിട്ടും ആത്മനാശത്തിലേക്ക്, തീ നരകത്തിലേക്ക് അവൾ നഷ്ടമാവും. ശരിയല്ലേ? അല്ലേ? ആത്മാവിൻ്റെ മരണവും ശരീരത്തിൻ്റെ മരണവും ഒരുപോലെ അവിടെ സംഭവിക്കാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, ദൈവം തൻ്റെ ഏകജാതനെ നൽകിയത് എനിക്കും നിങ്ങൾക്കും ആത്മരക്ഷ നൽകാൻ വേണ്ടിയാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മരക്ഷയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആത്മരക്ഷ, അതാണ് 1-ാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നു. പല ഭൗതിക ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്.
സൗഖ്യം ആഗ്രഹിക്കുന്നതിലൂടെയുണ്ട്. സൗഖ്യം കർത്താവ് തരും, ഒരു സംശയമില്ല. കർത്താവ് സൗഖ്യം തരും. കാരണം അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും എത്രയോ പേരാണ് സൗഖ്യത്തിലേക്ക് വരുന്നത്. കടബാധ്യതകൾക്ക് ദൈവം അത്ഭുതമായ പോംവഴികൾ ഉണ്ടാക്കിത്തരും. കടബാധ്യത നിന്നെ വിടുവിക്കും. കർത്താവ് ഇത് ചെയ്യും. മക്കൾക്ക് ജോലി, അല്ലെ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ല, ഏത് പ്രയാസത്തിൻ്റെ മേലും കർത്താവിന് ഇടപെടാൻ സാധിക്കും. കർത്താവ് ഇടപെടും. ഇടപെട്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അത് നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടും. അത് കർത്താവിൻ്റെ സ്നേഹവും കരുണയാണ്. ഇടപെടും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷയാ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ധ്യാനത്തിൽ ഏകദിന കൺവെൻഷൻ കൂടി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി. അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ടുപോയവരെ ഇന്ന് ഇവിടെ ഭൂരിപക്ഷം വരെയും കാണുവാനായിട്ടില്ല. ശരിയല്ലേ? അതെ. ഭൗതികമായ നന്മകൾ ദൈവം നമുക്ക് തരും. ഞാനത് ഒരിക്കലും നിഷേധിക്കുന്നില്ല. ദൈവം തരും. ഭൗതിക നന്മകൾ നമുക്ക് ആവശ്യമുണ്ട് ജീവിതത്തിന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആത്മരക്ഷയാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ആത്മരക്ഷയെ തകർക്കുന്ന വഴികളിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് പാടില്ല. അക്കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത ഉണ്ടാവണം. എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും മരണങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമെന്നേ. വരട്ടെ. അവിടെ നമ്മളെ സഹായിക്കാൻ ശക്തനായ ദൈവമുണ്ട്. ഇല്ലേ? ഉറപ്പായിട്ടുമുണ്ട്. ആ പാപിനിയായ സ്ത്രീയുടെ ആത്മനാശത്തിൽ നിന്നും ശരീരത്തിൻ്റെ മരണത്തിൽ നിന്നും യേശു അവളെ പൂർണ്ണമായിട്ട് അവിടെ രക്ഷിക്കുകയാണ് ചെയ്തത്. അവിടെ ശരീരത്തിന് ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥക്കപ്പുറമായിട്ട് അവളുടെ ആത്മരക്ഷയ്ക്കാണ് യേശു ക്രിസ്തു പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് യേശു അവളോട് പറയുന്നത്, മകളെ, നിന്നെ ആരും വിധിച്ചില്ലേ? നിന്നെ ആരും വിധിച്ചില്ലേ? വിധി എന്തായിരുന്നു? പഴയ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞു കൊള്ളണം. നിന്നെ ആരും വിധിച്ചില്ലേ? ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല, ആരും കല്ലെറിഞ്ഞില്ല. യേശു പറയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ ജീവനുണ്ട്. നിന്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ നിനക്ക് നിന്റെ ആത്മാവിനും ശരീരത്തിനും ജീവൻ തരികയാണ്. ഇനി ഒരിക്കലും പാപം ചെയ്യരുത്. നിന്നിലുള്ള എൻ്റെ ജീവൻ, ദൈവിക ജീവനെ നീ നശിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ആത്മരക്ഷയെന്ന വലിയ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവൻ തളർന്നവന് അവിടുന്ന് ബലം നൽകും. മനസ്സു തളർന്നവരെ അവൻ ശക്തിപ്പെടുത്താനായിട്ട് പോകുക. ചില വ്യക്തികൾ പറയുന്ന ഒരു കാര്യമാണ്, ധ്യാനം കൂടി പ്രാർത്ഥനയിലേക്ക് വന്നു, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പറ്റുന്ന ആഴ്ചകളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഏകദിന കൺവെൻഷന് പോകും, ആണ്ടിൽ 2-3 ധ്യാനമൊക്കെ കൂടും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നു. വീട്ടിൽ നിരന്തര പ്രാർത്ഥനയൊക്കെ വന്നപ്പോഴത്തേക്കും ഇതാ ആകെ പ്രശ്നങ്ങളാണ്. കുടുംബത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. പ്രാർത്ഥന കൂടിയപ്പോൾ, യേശുവിലേക്ക് അടുത്തപ്പോൾ, അവൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളുമൊക്കെ വർദ്ധിച്ചുവെന്ന് ചിലർ പറയാറുണ്ട്. ശരിയാണോ? ആണോ? ആണോ? അതെ. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടാൻ തുടങ്ങി, ധ്യാനമൊക്കെ കൂടി വന്നപ്പോൾ ഇതാ പ്രശ്നങ്ങൾ പിന്നെ കൂടുകയാണെന്ന് ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനത് നിഷേധിക്കുന്നില്ല. ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു
ഒരു യഥാർത്ഥ വശത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കാം. കാനായിലെ കല്യാണ വീട്ടില് യേശുവുണ്ട്, മാതാവുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്. ആ കല്യാണ വീട്ടില് വലിയ ഒരു ആഘോഷം. കല്യാണ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്തോഷമാണല്ലേ. അവിടെ ദുഃഖമുണ്ടോ? ഇല്ല, വലിയ സന്തോഷമാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം അത് ഒരു വലിയ ആനന്ദത്തിന് ദിവസമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. ആ കല്യാണ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലും ആനന്ദത്തിലും ഒക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ യേശു അവിടെയുണ്ട്, മാതാവും അവിടെയുണ്ട്. ഉണ്ടോ? ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. എന്താണ്? വീഞ്ഞ് തീർന്നുപോയി. യേശു മാതാവും അവിടെയുണ്ട്, വീഞ്ഞ് തീർന്നുപോയി. ആ കുടുംബം ഒരു പ്രശ്നത്തിലേക്ക് വരികയാണ്. ശരിയല്ലേ? ആണോ? ആ ഭവനത്തിലുള്ള മാതാപിതാക്കന്മാര് അല്ലെ ഉത്തരവാദപ്പെട്ടവരുതാ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യേശു അവിടെയുണ്ട്, മാനവരാശിയുടെ രക്ഷകൻ, ഏക സത്യദൈവം, രാജാക്കന്മാരുടെ രാജാവ്, പാപവിമോചകൻ, സർവശക്തൻ, സൗഖ്യദായകൻ അവിടെ ഉണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം അവിടെ ഉണ്ട്. യേശുക്രിസ്തു, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയവും അവിടെയുണ്ട്. പക്ഷേ ആ വീട്ടിലിതാ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ആ വീട്ടിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു. ദൈവത്തിൻ്റെ ജനമേ, നീ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, നീ കൂടുതൽ വചനം വായിക്കുന്നു, അടുക്കലടുക്കൽ കുമ്പസാരിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കുന്നു, നിന്റെ ജീവിതത്തിൽ കൂടുതൽ സഹനങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ആ ഉണ്ടാകുന്ന പ്രതിസന്ധി, ആ പ്രശ്നം, അത് നിന്റെ കുടുംബത്തിൻ്റെ തകർച്ചക്കല്ല, നിന്റെ തകർച്ചക്കല്ല, നിന്റെ കുടുംബത്തിൽ ദൈവമഹത്വം വെളിപ്പെടാനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനാണ്. യേശുവും മാതാവും അവിടെ ഉണ്ടായിട്ടും ആ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ്, ഒരു പ്രശ്നം രൂപപ്പെടുക. അവർക്ക് പരിഹരിക്കാനാവാത്തൊരു പ്രശ്നമാണ് വീഞ്ഞു തീർന്നു പോയിരിക്കുന്നത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാം, നമ്മുടെ മക്കളിൽ സംഭവിക്കാം. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, പള്ളി പോകുന്നവരാ, വചനം ഒക്കെ അതെ. പക്ഷേ പ്രതിസന്ധി നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടാം. തിരിച്ചറിയുക, ദൈവത്തിൻ്റെ അതിശക്തമായൊരു ഇടപെടൽ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ മക്കളിൽ സംഭവിക്കാനായിട്ട് പോവുക. നിൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണോ ആ പ്രശ്നം നിന്നെ വിഴുങ്ങത്തില്ല. നിൻ്റെ പ്രതിസന്ധി എന്താണോ ആ പ്രതിസന്ധി നിന്നെ തീർത്തു കളയത്തില്ല. ആ പ്രശ്നത്തെ, പ്രതിസന്ധിയെ കർത്താവ് ഏറ്റെടുക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയം ആ കുടുംബത്തിലെ ആ പ്രശ്നം തിരിച്ചറിയുക. പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? ആ ഫയൽ, ആ പ്രശ്നത്തിൻ്റെ ഫയൽ, ആ കുടുംബത്തിൻ്റെ ആ ഒരു വിഷയം നേരെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുക. ഇവിടെ പ്രശ്നം പരിഹരിക്കുന്നത് ആരാണ്? യേശുവാണോ മാതാവാണോ? ആരാണ്? യേശുവാണ് അല്ലേ? മാതാവ് ആ പ്രശ്നത്തെ യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അവർക്ക് അവർക്ക് വീഞ്ഞില്ല. ആ പ്രശ്നത്തെ മാതാവ് യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. തിരിച്ചറിയുക, യേശുവാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, യേശുവാണ് ഏക സത്യദൈവം, യേശുവാണ് മാനവരാശിയുടെ രക്ഷകൻ, യേശുവാണ് ഏക മധ്യസ്ഥൻ, അവനാണ് ശക്തനായ ദൈവം. അവനെ വിളിച്ചപേക്ഷിച്ചവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അവന്റെ നാമത്തെ ആര് വിളിച്ചോ അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.